ഏറ്റവും എളുപ്പത്തിൽ മടിയന്മാർക്ക് അതായത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു ഈസി സ്റ്റെപ്പിലുള്ള ചെമ്മീൻ കറി. സാധനങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് ഓൾറെഡി നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഗാർലിക് ജിഞ്ചർ പേസ്റ്റും പ്രിപ്പയർ ചെയ്ത് വെക്കും. ചട്ടി ചൂടാക്കിയിട്ടാകുമ്പം ജീരകം ഇടുക, ഉള്ളി വഴറ്റാൻ കൊടുക്കുക, പിന്നെ കുറച്ചൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. അത് വേഗമൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് വേഗത്തിലെല്ലാം ആയി കിട്ടണമല്ലോ. എന്നിട്ടാകുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ചൊന്ന് വഴറ്റി വന്നിട്ടാകുമ്പം ഈ ഗാർലിക് ജിഞ്ചർ പേസ്റ്റും പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ യൂഷ്വൽ ആഡ് ചെയ്യുന്ന എല്ലാ മസാലപ്പൊടിയും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടി ഓപ്ഷണലാണ്, എനിക്ക് ആ ഒരു ചോയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ആഡ് ചെയ്തത്. പിന്നെ തക്കാളി ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്യും. ഞാനിതിൽ ഇടയ്ക്കിടയ്ക്ക് മിക്സിങ് ഉണ്ടാവും, അതെൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു, കറിവേപ്പില ഇട്ടു, ആസ് യൂഷ്വൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നല്ല തട വരാൻ വേണ്ടിയിട്ട്, സംഭവം ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കും. പിന്നെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ ചെമ്മീനില്ലേ അതെല്ലാം ഇട്ടിട്ടാകുമ്പം എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നത്. ഇതിനിടയിൽ നിങ്ങൾക്ക് ഉപ്പ് എരിവ് പുളിയെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ആകുമ്പോൾ ഒരു നല്ല തിള വരണം. തിള വന്നിട്ടാകുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില എൻ്റെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. എഗെയിൻ എന്ത് ചെയ്തു, മിക്സാക്കി കൊടുക്കും. ശേഷം നല്ലൊരു തിള വന്നിട്ടാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്, ഉണ്ടാക്കി നോക്കുക കേട്ടോ.